ഹായ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ ഹയർ പെർസെപ്ഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഹയർ പെർസെപ്ഷൻ എന്ന് പോകുന്നതിലേക്ക് മുമ്പ് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ മനസ്സിലാക്കാം. അതായത് ഹയർ പെർസെപ്ഷൻ ഉള്ള ആളുകൾ അവർക്ക് കാര്യങ്ങൾ കൂടുതൽ ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോകുന്നത് ലെസ്സർ പെർസെപ്ഷനുള്ള ആളുകളാണ് ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോകുന്നത്. കാരണം അവർക്ക് ആ ഒരു വിഷയം പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അപ്പുറത്തെ തലത്തിൽ നിൽക്കുന്ന ആൾക്ക് എങ്ങനെയാണ് അയാൾ കാണുന്നത് അതിനെ കാണാൻ സാധിക്കാത്തപ്പോഴാണ് ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോകുന്നത്. പക്ഷേ ഹയർ പെർസെപ്ഷനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർ കൂടുതലും ആർഗ്യുമെൻറ്റിലേക്ക് പോവില്ല, പക്ഷേ അതിന് മറിച്ച് കൂടുതൽ ഡിസ്കഷനിലേക്കായിരിക്കും അവർ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആർഗ്യുമെൻറ്റ് വെസസ് ഡിസ്കഷൻ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പലപ്പോഴും എടുക്കുന്ന ഒരു ഉദാഹരണമാണ്, ഒരു പേജിൽ ഒരു 6 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് എഴുതിയ ആളുടെ വശത്ത് നിന്ന് നോക്കുമ്പോൾ അത് 6 അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വശത്ത് നിന്ന് നോക്കുമ്പോൾ അത് 9 കാണുന്നത്. അപ്പോൾ ഇതിനെ ഇവിടെ നിന്ന് നോക്കിയാൽ 6 കാണാൻ സാധിക്കും, അപ്പുറത്ത് നോക്കിയാൽ 9 കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം മുകളിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇവർക്ക് രണ്ടുപേരും എന്താണ് ഇവർക്ക് കാണാൻ സാധിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഒരാൾ 6 എന്ന് പറയുന്നതെന്നും എന്തുകൊണ്ടാണ് മറ്റേ ആൾ 9 എന്ന് പറയുന്നതെന്നും മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ തന്നെയാണ്, കാരണം എല്ലാ വിഷയങ്ങൾക്കും പലതരത്തിലുള്ള ഡയമെൻഷൻസ് ഉണ്ടാവും. നമ്മളൊരു ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് 3 ഡയമെൻഷനാണുള്ളത്. നമ്മളൊരു സ്ക്വയർ നോക്കിക്കഴിഞ്ഞാൽ അതിന് 4 ഡയമെൻഷനാണുള്ളത്. അതേപോലെ ഹെക്സഗൺ, അതേപോലെ ക്യൂബ്, പല പല നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിന് പല വ്യത്യസ്തമായ ഡയമെൻഷൻസ് ആണുള്ളത്. അപ്പോൾ ഒരു ഹയർ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഡയമെൻഷൻസിനെയും കാണാനായിട്ട്, അതായത് കൂടുതൽ ഡയമെൻഷൻസിനെ കാണാനുള്ള ഒരു കഴിവിനെയാണ് ഹയർ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ഹയർ പെർസെപ്ഷനുള്ള ആളുകൾ അവർക്ക് എല്ലാ ഡയമെൻഷൻസും കാണാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കാനും അവരെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കും. കാരണം ഇവിടെ നിൽക്കുന്ന ആൾ 6 എന്ന് കാണുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ 9 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുമ്പോൾ രണ്ടുപേരെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ വളരെ ലെസ്സർ പെർസെപ്ഷനുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ ഒരു ഡയമെൻഷൻ മാത്രം കാണാൻ സാധിക്കുന്നുള്ളൂ. അതായത് 6 എന്ന് എഴുതിയ ആളുടെ ഭാഗത്ത് നിൽക്കുന്ന ഡയമെൻഷൻ മാത്രമേ അയാൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളെ മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ സാധിക്കുകയില്ല. അപ്പോൾ എത്രമാത്രം ഉയർന്ന തലത്തിലുള്ള ഒരു പെർസെപ്ഷനാണ് നമുക്കുള്ളത്, അത്രമാത്രം നമുക്ക് ആളുകളെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. താങ്ക് യു.